ഇയാൾ എന്നെ മനഃപൂർവ്വം തടഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്. എന്താണെന്ന് അറിയത്തില്ല. ഇങ്ങനെ പോകേണ്ട ഒരു കാര്യമില്ല ഇയാൾക്ക്. ആവശ്യത്തിന് വേണ്ടിട്ട് പോകുന്ന എന്നാ പരിപാടി കാണിക്കുന്നേ? എന്നാ അഹങ്കാരം ഇത്? എന്നാ സാറേ ഇത്? ഞങ്ങൾ ഇന്നലെ ഒരു പബ്ലിക് ഫംഗ്ഷന് വേണ്ടിയിട്ട് പോവുമായിരുന്നു. അപ്പോൾ പോകുന്ന വഴിയിൽ കടന്നിട്ട് റോഡിന്റെ കൂടുതൽ കടന്നിട്ട് പാർക്ക് ചെയ്ത ഒരു ഇന്റർസെപ്റ്റർ വണ്ടി, അത് പോലീസിന്റെയാണ്. ഒരു മഫ്തിയിലുള്ള ഒരു ഡ്രൈവർ അതിനകത്തുണ്ടായിരുന്നു. ഞങ്ങൾ കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ റോഡിൽ പാർക്ക് ചെയ്തേക്കുമായിരുന്നു. അപ്പോൾ എതിരെ വണ്ടികളെല്ലാം ബ്ലോക്ക് ആയപ്പം ഞങ്ങൾ അടുത്തെത്തിയപ്പോൾ ഇദ്ദേഹം മൊബൈലിൽ ഇങ്ങനെ കുത്തി കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. അപ്പം എൻ്റെ വൈഫ് ചോദിച്ചു, സാറേ ഇതൊന്ന് സൈഡിലോട്ട് നീക്കിയിട്ടായിരുന്നെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും പോകാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ പിന്നെ വണ്ടികൾ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ വണ്ടി എടുത്ത് പോയി. ഞാനായിരുന്നു വണ്ടി ഓടിച്ചത്. അപ്പോൾ വണ്ടി എടുത്ത് പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ഈ ഇന്റർസെപ്റ്റർ വണ്ടി ലൈറ്റും ഒക്കെ ഇട്ട് ഓൺ അടിച്ച് ഞങ്ങളുടെ പുറകെ വന്നു. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ, ഒരു പോലീസിന്റെ വണ്ടിയല്ലേ, നമ്മൾ പോലീസിന്റെ വണ്ടി ലൈറ്റും ഇട്ട് അല്ലെങ്കിൽ ഓൺ അടിച്ചൊക്കെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും എമർജൻസി വർക്ക് ആയിരിക്കും എന്നോർത്ത് നമ്മൾ മാറ്റി കൊടുക്കുക. അങ്ങനെ ഞാൻ കുറെ തിരക്കിലാണ്. കാരണം ഗവർണറുടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുടുംബസമേതം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനത് മാറ്റി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഇദ്ദേഹം പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് മുമ്പിൽ കയറിയിട്ട് ഞാനോർത്ത് സ്പീഡിൽ പോകുന്ന, പക്ഷെ അവിചാരിതമായിട്ട് മുമ്പിൽ കയറി സഡൻ ബ്രേക്ക് ചെയ്തു. പിന്നെയും അദ്ദേഹം മുമ്പോട്ടെടുത്ത് വീണ്ടും ബ്രേക്ക് ചെയ്തു. അപ്പൊ ഞാനും ബ്രേക്ക് ചെയ്യേണ്ട വന്നു. എന്റെ കൊച്ചു വീണു. ഞങ്ങൾ ആകെപ്പാടെ പേടിച്ചു പോയി. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പം, കാരണം ഗവർണറുടെ പ്രോഗ്രാം എന്റെ വീടിന്റെ അയൽപക്കത്ത് ഇന്നലെ വെളുപ്പിനെ ഒരു മരണം ഉണ്ടായി. എന്റെ അയൽപക്കത്തെ ചേട്ടൻ ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ചു. അപ്പൊ ഞങ്ങൾ അതിന്റെ എല്ലാം വിഷമത്തിലാണ്. അപ്പൊ ആലുവയിൽ നിന്ന് റിന്യൂവൽ സെന്റർ വരെ എത്തണമെന്നുണ്ടെങ്കിൽ കുറെ ദൂരം എടുക്കും. അതുകൊണ്ട് ഷോർട്ട് വഴിയിലൂടെ പോവുകയായിരുന്നു ഞങ്ങൾ. അപ്പൊ എത്രയും പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുമ്പോൾ ഇങ്ങനെ ഞങ്ങളെ തടസ്സപ്പെടുത്തി ബ്രേക്ക് ചെയ്ത് ഞങ്ങൾക്ക് പണി തന്നുകൊണ്ടാണ് ഈ മനുഷ്യൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കി. പക്ഷെ ഇന്നലെ രാത്രിയിൽ എപ്പോഴോ ഒത്തിരി വൈകിയപ്പോഴാണ് അറിയുന്നത് ഇദ്ദേഹം വന്ന് FIR ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ എന്താ പറയാ വകുപ്പുകളൊക്കെ എഴുതി വെച്ചു, മർദ്ദിച്ചു, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി വകുപ്പുകളൊക്കെ എഴുതി വെച്ചു. മനഃപൂർവ്വം എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇതുവരെ ഒരു മോശം കാര്യത്തിനും ഇടപെട്ടിട്ടുള്ള ഒരു വ്യക്തിയല്ല. ഞാൻ ഇത്രയും വർഷം 32 വർഷവും രാജ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും അധികം ലോക മെഡലുകൾ നേടിയ ഒരു വ്യക്തിയാണ്. ഞാനൊരു നെഗറ്റീവ് കാര്യത്തിനോ ഒരു മോശമായിട്ടുള്ളൊരു കാര്യത്തിനോ ഇടപെട്ടിട്ടുള്ള ഒരു വ്യക്തിയല്ല. പോലീസ് സേനയ്ക്ക് തന്നെ പലതവണ ക്ലാസ് കൊടുക്കാനും ഇവരുടെ എല്ലാ കാര്യങ്ങളിലും പോയി സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എന്നെ പോലെയുള്ള ഒരാൾക്ക് ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്താണ്?